അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളെന്ന് പറയുന്നത് നമുക്ക് അല്ലാഹു തആല തന്ന വലിയ ഒരു സമ്പത്ത് തന്നെയാണ്. അവർക്ക് എന്തെങ്കിലും ഒരു വേദന വന്നാൽ അത് നമ്മുടെ ശരീരത്തിന് വേദനിച്ചതുപോലെ നമുക്ക് അനുഭവപ്പെടുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അവർക്കൊരു പനി വരുമ്പോൾ, ജലദോഷം വരുമ്പോൾ, തലവേദന വരുമ്പോൾ നമുക്കും വേദനയാണ്. അവർ വെള്ളം കുടിക്കുമോ, അവർ മരുന്ന് കഴിക്കുന്നുണ്ടോ, അവർ ഭക്ഷണം കഴിക്കുന്നുണ്ടോ, ഈ കാര്യത്തിൽ നമുക്ക് വളരെയധികം പ്രയാസം അനുഭവപ്പെടാറുണ്ട്. എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ തിരഞ്ഞെടുത്തതാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ. അതുകൊണ്ട് അല്ലാഹു തന്ന ആ വലിയ അമാനത്തായ ആ സ്വത്ത് റബ്ബിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് അവരുടെ നല്ല സുരക്ഷയും അവിടെ എല്ലാ രീതിക്കുള്ള സുരക്ഷിതത്വം ആണ് ഓരോ രക്ഷിതാക്കളും നമ്മളെല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അടച്ച തമ്പുരാനിലേക്ക് ഞാൻ തിരിച്ചു കൊടുക്കുമ്പോൾ എൻ്റെ മക്കൾ അത് നല്ല രൂപത്തിലാകണം എന്നാണ് ഓരോ രക്ഷിതാക്കളും അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, ഞാനൊന്ന് കിടക്കുമ്പോൾ, എനിക്കൊരു അസുഖം വന്നാൽ എൻ്റെ കൈയൊന്ന് പിടിക്കാൻ, എന്നെയൊന്ന് താങ്ങാൻ എൻ്റെ മകളുണ്ടെങ്കിൽ, എൻ്റെ മകനുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഓരോ രക്ഷിതാക്കളും. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് മക്കളുടെ നന്മയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അല്ലാഹു തആല നമ്മുടെ മക്കളൊക്കെ നന്മയിൽപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കാണാനിടയായി. നമ്മളൊക്കെ വെക്കേഷൻ ആഘോഷിക്കുകയാണ്. കുട്ടികളൊക്കെ അവരൊക്കെ പല രൂപത്തിൽ കളിച്ചിട്ടും, കുളത്തിൽ ചാടിയിട്ടും, പുഴയിൽ ചാടിയിട്ടും, ഇങ്ങനെയൊക്കെ നമ്മുടെ മക്കൾ വെള്ളക്കെട്ടിനരികിലൂടെയൊക്കെ നമ്മുടെ മക്കൾ നടന്നു പോകാൻ. കാരണം എന്താ, ഇത് അവർക്കൊരു ആഘോഷ സമയമാണ്. വെക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്കൂളില്ല, അവർ യാത്രകൾ ചെയ്തിട്ടും മറ്റുമൊക്കെയായിട്ട് ആഘോഷങ്ങൾ നടത്താൻ, അവർ സമയങ്ങൾ കണ്ടെത്താൻ. എന്നാൽ വെക്കേഷൻ സമയത്ത് പല രക്ഷിതാക്കളും ഉമ്മമാരും പറയും, സ്കൂളൊന്ന് തുറന്നു കിട്ടിയെങ്കിൽ റബ്ബേ, കാരണം നമുക്ക് സ്കൂളൊന്ന് തുറന്നാൽ കുട്ടികൾ പിന്നെ സ്കൂളിലായല്ലോ, അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ ആ ഒരു സമയത്ത് പിന്നെ പേടിക്കണ്ടല്ലോ, സ്കൂളിലാണല്ലോ, ഒരു സുരക്ഷിത സ്ഥലത്തുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പല രക്ഷിതാക്കളും അങ്ങനെ പറയാറുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, അങ്ങനെ വെക്കേഷൻ ആഘോഷിക്കുന്ന സമയത്ത് വെക്കേഷനിൽ വളരെയധികം കണ്ണീരിലാഴ്ത്തിയ ഒരു വാർത്തയാണ് ഇന്നലെ പുറത്തു വന്നത്. കാന്തപുരം പൂനൂര് ഭാഗത്ത് ഒരു 2 വിദ്യാർത്ഥികൾ, എൻ്റെ പ്രിയമുള്ളവരെ, കുളത്തിൽ വീണിട്ട് മരണപ്പെടുകയുണ്ടായി. വെറും 9 വയസ്സ് മാത്രമുള്ള ഫർസാൻ എന്ന് പറയുന്ന പൊന്നുമോനും അബൂബക്കർ എന്ന് പറയുന്ന ഒരു പൊന്നുമോനും, 7 വയസ്സാണ് അബൂബക്കറിന്. ഇങ്ങനെ 2 ചെറിയ മക്കളാണ് കുളത്തിൽ വീണിട്ട് മരണപ്പെട്ടു പോയത്. മക്കളെ 2 പേരെയും കാണുന്നില്ല. തെരഞ്ഞു നോക്കി, ഒരുപാട് തെരഞ്ഞു. പിന്നെ നോക്കുമ്പോൾ തൊട്ടടുത്ത കുളത്തിൽ ഒരു കുട്ടിയുടെ ശരീരം കാണപ്പെട്ടു. ചെന്ന് നോക്കി, 2 കുട്ടികളും ആ കുളത്തിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുകയാണ്. പടച്ച റബ്ബേ, ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ആ ഒരു മരണം കാണുമ്പോൾ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എൻ്റെ തൊട്ടടുത്തുണ്ടായി അതുപോലെ തന്നെ ആണ്. അവർ ഇരട്ട കുട്ടികളാണ്. അവരിങ്ങനെ കളിക്കാൻ വേണ്ടി പോയി. പാടത്ത് തന്നെ ഒരു കുളമുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞിട്ടും കുട്ടികളെ കാണുന്നില്ല. അപ്പോൾ ഉമ്മ ഒരുപാട് തെരഞ്ഞു കുട്ടിയെ. എവിടെയാണ് പോയത്, എന്താണെന്ന് അറിയുന്നില്ല. ഉമ്മ വന്ന് നോക്കുമ്പോൾ ആ കുളത്തിൻ്റെ അടുത്ത് ഒരു കുട്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് മറ്റോനെന്ന് ചോദിച്ചപ്പോൾ ആ കുളത്തേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഈ ഉമ്മ പറയാണ്, ഞാൻ പേടിച്ചു ബേജാറായിട്ട്, എനിക്ക് ഉറപ്പാണ് എൻ്റെ കുട്ടി അതിനകത്തുണ്ട്, പക്ഷേ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അവിടുന്ന് കയറാൻ കഴിയൂല. ഞാൻ അവിടുന്ന് അവനെ എടുക്കാതെ ഞാൻ തിരിഞ്ഞു ഓടിയിട്ട് എല്ലാവരും വിളിച്ചു. അപ്പോഴേക്കും എനിക്ക് തളർന്നിട്ടുണ്ട്. ഞാൻ എല്ലാവരും പറഞ്ഞു. എല്ലാവരും വന്ന് കുളത്തിനവിടെ നോക്കുമ്പോൾ ഇവനപ്പോഴും ആ കല്ലിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ആ കുളത്തിൽ നോക്കുമ്പോൾ ഇറങ്ങുന്ന ഭാഗത്ത് തന്നെ എൻ്റെ കുട്ടിയുടെ ശരീരം കിടക്കുന്നുണ്ട് ഉസ്താദെ എന്ന് കരഞ്ഞിട്ട് എൻ്റെ പ്രിയമുള്ളവരെ ആ ഉമ്മ പറയണ്ടായി. സത്യം പറഞ്ഞാൽ ആ ഒരു മയ്യത്തൊക്കെ കാണുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ട പിഞ്ചു മക്കളുടെ ഇങ്ങനെ മയ്യത്ത് കാണുമ്പോൾ, പടച്ച റബ്ബേ, നമുക്ക് എങ്ങനെയാണ് സഹിക്കുക? പ്രായമായ ആളുകളുടെ, നമ്മുടെ ഉറ്റ ആളുകളിൽ തന്നെ മരണം നമുക്ക് സഹിക്കാൻ കഴിയുമോ? വല്ലിപ്പ മരിച്ചു, വല്യമ്മ മരിച്ചു, അല്ലേ? നമുക്ക് സഹിക്കാൻ കഴിയുമോ? പ്രായമായിട്ട് അല്ലാഹു തആല അത്രയും ദുനിയാവിൽ ജീവിക്കാനുള്ള സൗഭാഗ്യം കൊടുത്ത് അവരുടെ സമയമായിട്ട് അവർ മരിക്കാൻ, അതെന്നെ നമുക്ക് സഹിക്കാൻ കഴിയില്ല. പിന്നെ എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഇപ്പോൾ ചെറിയ കുട്ടിയാണെങ്കിൽ അല്ലാഹു തആല അത്ര ആയുസ് കണക്കാക്കിയിട്ടുള്ളൂ. ഇനി വലുതാണെങ്കിൽ അത്രയും അല്ലാഹു തആല ആയുസ് കണക്കാക്കിയിട്ടുള്ളത് മനസ്സിലാക്കിയാൽ മതി. എന്നിരുന്നാലും നമുക്ക് അങ്ങനെയുള്ള മരണങ്ങൾ, ചെറിയ കുട്ടികളുടെ മരണം കാണുമ്പോൾ, മയ്യത്ത് കാണുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് എങ്ങനെയാണത് സഹിക്കാൻ കഴിയുന്നത്? എൻ്റെ പ്രിയമുള്ളവരെ, ഈ പ്രിയപ്പെട്ട 2 മക്കൾ അവിടെ നിന്ന് മരിച്ചുപോയി, കുളത്തിൽ മുങ്ങി മരണപ്പെട്ടു എന്നാണ് എൻ്റെ പ്രിയമുള്ളവരെ അറിയാൻ കഴിഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ട മക്കൾക്ക് അല്ലാഹു സ്വർഗ്ഗം കൊടുക്കട്ടെ. അല്ലാഹു തആല സ്വർഗ്ഗം കൊടുക്കട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പരിശുദ്ധമായ ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാൻ അല്ലാഹു തആല ഭാഗ്യം കൊടുക്കട്ടെ. അല്ലാഹു തആല മാതാപിതാക്കളെ സ്വർഗ്ഗത്തിലേക്ക് കൈപ്പിടിച്ച് ഉയർത്തി കൊണ്ടുപോകുന്ന മക്കളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മക്കളെ ഉൾപ്പെടുത്തട്ടെ. നാളെ ഇങ്ങനെ മഹ്ശറിലേക്ക് ഇങ്ങനെ ചെല്ലുന്ന സമയത്ത് കുറേ കുട്ടികളെ കാണുന്ന, സ്വർഗത്തിൽ കുറേ കുട്ടികളെ കാണുന്ന, അവിടെയൊക്കെ ഉണ്ടാവും വാപ്പയെയും ഉമ്മയെയും ചെറുപ്പത്തിൽ വിട്ടിട്ട് അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധി പ്രകാരം മരിച്ചു വന്ന കുറേ മക്കളുണ്ടാവും. ആ മക്കളിങ്ങനെ അവിടെ തൻ്റെ വാപ്പ, തൻ്റെ ഉമ്മ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ തേടുന്നുണ്ടാകുന്നതാണ്. എൻ്റെ ഉമ്മയുണ്ട്, എൻ്റെ വാപ്പാടുണ്ട് എന്ന് പറഞ്ഞിട്ട്, അല്ലേ? ആ ഒരു മക്കളിൽ അല്ലാഹു തആല ഈ മക്കളെയും ഉൾപ്പെടുത്തി മാതാപിതാക്കളെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു തആല നാളേക്ക് അത് വലിയൊരു മുതൽക്കൂട്ടായി അല്ലാഹു തആല കാണിച്ചു കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ്. നമ്മൾ മരണ വാർത്തകളൊക്കെ നമ്മളിത് പറയുമ്പോൾ ഒരാളാമീൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഫാത്തിഹ ഓതിയിട്ട് നമ്മൾ ഹദിയ ചെയ്താൽ അത് അവർക്ക് കിട്ടുമല്ലോ,
അല്ലേ? പിന്നെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മരണം, ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയും കൂടെ വേണം എൻ്റെ പ്രിയമുള്ളവരെ. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. കുട്ടികളെ പുറത്ത് വിടുമ്പോഴും അവർക്കൊക്കെ നല്ല ഉപദേശങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഏതിലെ പോകണം, ഏതിലെ പോകാൻ പാടില്ല, അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യണം, ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. പല അപകടങ്ങളും നടക്കുന്നത് ഇതൊന്നും കുട്ടിക്കൊരു ബോധമില്ലാത്തത് കൊണ്ടാണ്. എങ്ങനെയാണ് ഒരു ഭാഗത്ത് ചെന്നാൽ അവിടെ എങ്ങനെ കുട്ടികൾ പെരുമാറണം എന്ന രീതി അത് ചെറുപ്പം മുതൽക്ക് പറഞ്ഞു കൊടുത്താലേ മനസ്സിലാവുള്ളൂ. വലുതായിട്ട് പിന്നെ കുറേ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. ചെറുപ്പം മുതൽക്ക് നമ്മൾ അങ്ങനെ ഒരു കാര്യങ്ങളിങ്ങനെ മക്കൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ വളർത്തിയാൽ ഓരോ മേഖലയിലും ബാപ്പാൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ എങ്ങനെ പെരുമാറണം, അയൽവാസിയോട് എങ്ങനെ പെരുമാറണം, കൂട്ടുകാരോട്, കൂടപ്പിറപ്പുകളോട്, നമ്മളല്ലെങ്കിൽ മറ്റുള്ളവർക്കിടയിൽ ചെന്നാൽ അല്ലെങ്കിൽ എന്തൊരു അപകടം വന്നാൽ നമ്മൾ എങ്ങനെ പെരുമാറണം, ഈ രീതികളൊക്കെ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം, നമ്മൾ പറഞ്ഞു കൊടുക്കണം. അത് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള വലിയ വിപത്തുകളിൽ നിന്നൊക്കെ അവർക്ക് പെട്ടെന്ന് റിയാക്ട് ചെയ്ത് രക്ഷപ്പെടാൻ നമുക്ക് കഴിയാം. അല്ലാഹു തആല നല്ല മനസ്സും നല്ല ഖുവ്വത്തും ഒക്കെ നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും നൽകട്ടെ. എല്ലാവിധ ഇതുപോലുള്ള ദുരന്തങ്ങളിൽ നിന്ന് നമ്മുടെ മക്കളെ ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.